ഹലോ വെൽക്കം ബാക്ക്. അപ്പം സ്റ്റിക്കറിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുറച്ച് ദിവസമായി തോന്നും. ലോങ് വീഡിയോ ചെയ്യാൻ എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. കുറേ ടൈം അതിന് സ്പെൻഡ് ചെയ്യണ്ടേ. ഷോർട്ട് ആകുമ്പം വേഗം ചെയ്തിട്ട് നമുക്ക് പോകാമല്ലോ. അപ്പം അതാണ് സംഭവം കേട്ടോ, ലേറ്റ് ആവുന്നത്. അപ്പം ഇന്ന് കുറച്ച് ആക്രി കിട്ടിയിട്ടുണ്ട്. ആക്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബോത്തസും അതുപോലെ ബോട്ടിൽസൊക്കെ ഞാൻ ഇങ്ങനെ ശേഖരിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ഓർഗനൈസർ സെറ്റാണ്. അപ്പോൾ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ തുറന്ന് വരുന്ന ഭാഗമൊക്കെ ഒന്ന് സെലോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്ത് അത് മാറ്റി വെക്കുക. ഒരു ബോക്സ് അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ബോക്സും സെയിം അതുപോലെ തുറന്ന് വരുന്ന ഭാഗം ടാപ്പ് ചെയ്യുകയും അതുപോലെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്ത് അതിൻ്റെ ഹാഫ് പോർഷൻ കണ്ടെത്തിയിട്ട് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് 4 കമ്പാർട്ട്മെൻറ്റ്സ് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മെഷർ ചെയ്ത് ചെയ്യുക, ഒരു സുമാറ് വരക്കാതിരിക്കുക. കാരണം ഞാനൊരു ആവേശത്തിൽ അങ്ങ് വരച്ചപ്പം 2 ചെറുതും 2 വലുതുമായി പോയി. അപ്പോൾ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യും. ജസ്റ്റ് അതിനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്, ഒരു പർപ്പിൾ കളറിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഓർഗനൈസർ. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ആക്സസറീസ് ആൻഡ് മോൾഡ് സംഭവങ്ങളൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്താണ്. നമുക്ക് വേണമെങ്കിൽ വാഷി ടേപ്സ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ വെച്ച് അറേഞ്ച് ചെയ്യാം. ഇതിൽ കുറച്ചും കൂടി വലിയ സൈസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാം. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാബ് ലോക്കറാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ ബോക്സ് എടുത്തിട്ടുണ്ട്. അതൊരു മരുന്നിൻ്റെ ബോക്സാണ്. അപ്പം ഈ സംഭവം നിങ്ങൾ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഡെസ്ക് ഡെക്കോർ മാച്ച് ബോക്സിലായിരിക്കും അധികം പേരും ചെയ്തിട്ടുണ്ടാവാൻ. അപ്പം ഞാൻ തൽക്കാലം ഈ ബോക്സിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടതാണ് എന്നൊന്നും പറയണ്ട, കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിതൊന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ഷീറ്റ് വെച്ച് അതിനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സ്കൈ ആ ഒരു തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ സ്കൈ തീമൊന്നുമല്ല, എന്നാലൊരു ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുക്കുക, അതിനെ ഇതുപോലെ ഹാഫായി മടക്കുക. എന്നിട്ട് ആ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതാ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മളത് സിഗ്സാഗ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, ഒരു സ്പ്രിങ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, സ്പ്രിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, സോറി. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ടിപ്പിൽ ഗം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു. സ്പ്രിങ് ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളൊന്നും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്റ്റാറും ക്ലൗഡും വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറിന് ഞാൻ ഓറഞ്ച് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ സ്പ്രിങ്ങിൻ്റെ ആ മുകളിലത്തെ പോർഷൻ ഒന്ന് നിവർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ രണ്ടിനെയും അതിൽ ഒട്ടിച്ചു കൊടുത്ത് ഇനി ആ സ്പ്രിങ്ങിനെ രണ്ടിനെയും നമ്മുടെ ആ ബേസിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ടാബ് ഡെക്കോർ. അടിപൊളിയല്ലേ? അപ്പം ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കറിയാം പുതുമയൊന്നുമില്ല, എന്നാലും എനിക്ക് ചെയ്യണം തോന്നിയപ്പം ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടാബ് ഡെക്കോറാണ്. എഗെയിൻ ഇപ്പം നമ്മുടെ കബാബ് സ്റ്റിക്കൊക്കെ ഇല്ലേ, അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ത്രികോണത്തിൽ വെച്ചിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മളൊരു പെയിൻറ്റ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ പെയിൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ വരുന്ന കബാബ് സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഗ്ലൂ ഗണ്ണ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ആ ബോട്ടിൽ ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഡോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് മക്കളെ. അതൊരു ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. വേറൊരു മോഡലായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ആ മോഡലൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് വർക്കാവുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒരു നൂല് അങ്ങോട്ട് കെട്ടി ഒരു നൂല് ഇങ്ങോട്ട് കെട്ടി, പക്ഷേ അതിന് നീളം പോരായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും മാറ്റി നൂലെടുത്ത് ഇങ്ങനെ കെട്ടി. സെയിം അതുപോലെ തന്നെയാണ് കെട്ടിയത്, നൂലിൻ്റെ വണ്ണം കൂട്ടിയെന്നേ ഉള്ളൂ. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ അത് കെട്ടിയാണ് കൊടുക്കേണ്ടത്, പക്ഷേ എനിക്കതാവുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അവിടെ ഗ്ലൂ ഗൺ വെച്ച് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അപ്പം ഇതൊരു 1.5 ടാസ്ക്കായിരുന്നു എനിക്ക്. എന്നിട്ട് ഉള്ളിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം അത്ര വലിയ രസമായിട്ടില്ലെന്ന്, പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ ഫീഡിലുണ്ടായൊരു സംഭവമാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, അങ്ങനെ ചെയ്തതാണ്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.